അപ്പൊ സംസം എന്നുള്ളത് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മടമ്പുകാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിറകൊണ്ട് ജസ്റ്റ് ഭൂമിയിലൊന്ന് തട്ടിയ അതാണ് ആ വെള്ളത്തിന്റെ ഉത്ഭവം. എത്ര കാലമായി സഹോദരങ്ങൾ, ഏറ്റവും വലിയ അത്ഭുതം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര കാലമായിട്ട് നമ്മൾ ആ സംസം അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇപ്പൊ മക്ക പ്രദേശത്ത് മറ്റുള്ള മക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ എവിടെ കുഴിച്ചാലും ഇതേ രൂപത്തിലുള്ള ഒരു ജലത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ, മക്കയിലെന്നല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എവിടെ കുഴിച്ചാലും ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ജലത്തിന്റെ സ്രോതസ് എവിടെയും കാണുന്നില്ല. ആ മരുഭൂമിയിൽ അത്രയും രുചികരമായിട്ടുള്ള ആ വെള്ളത്തിന്റെ നിലക്കാത്ത സ്രോതസ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് എങ്ങനെ ലഭിക്കുന്നു? ഏറ്റവും വലിയ മഹാത്ഭുതമാണ് യഥാർത്ഥത്തിൽ സംസം. അത്ഭുതപ്പെടുത്തുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ, സംസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്ക്, ഓരോ സെക്കൻഡിലും 8000 ലിറ്റർ വീതം ആ കിണറ്റിൽ നിന്നും സംസം പമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ദിവസവും 691 മില്യൺ ലിറ്റർ ആണ് സംസം അതിൽ നിന്നും പമ്പ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയും വെള്ളം ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ടും ആ സ്രോതസ് നിൽക്കുന്നില്ല. ഒരു മഹാത്ഭുതമാണിത്. പലപ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാറില്ല. യഥാർത്ഥ